വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കറക്റ്റ് സ്ഥലത്താണ്. കാരണം നമ്മുടെ ചാപ്റ്റേഴ്സിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ചോദ്യമാണ്, നമുക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ, കാന്തവുമായി ബന്ധപ്പെട്ടതാണ്. കാന്തത്തിൽ നമ്മൾ ആണികൾ എങ്ങനെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഇതിൽ ഏത് രീതിയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മളുടെ ഒരു കാന്തം, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട് അല്ലെ. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ് ഇപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ മാഗ്നറ്റ് എന്ത് മാഗ്നറ്റാ? യു മാഗ്നറ്റ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിലൊരു കാന്തത്തെ വെക്കുമ്പോൾ കാന്തം എന്ത് ചെയ്യും, അതിൽ അട്രാക്റ്റഡ് ആവും, ഒട്ടിപ്പിടിക്കും. കാരണം നമുക്കറിയാം ഈ ഇരുമ്പിന്റെ ആണി എന്നൊക്കെ പറയുന്നത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, കാന്തിക വസ്തുവാണ്. നമ്മളിപ്പോൾ കുറച്ച് പേപ്പറോ റബ്ബറോ അല്ലെ പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുവോ? ഇല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒട്ടിപ്പിടിക്കൂല. മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിരിക്കണം അല്ലെ, സ്റ്റീല് ഇരുമ്പൊക്കെ പോലെയുള്ള വസ്തുക്കളായിരിക്കണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഇതിൽ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കും. കാരണം എന്താ, ഇതിൽ അങ്ങോട്ട് അട്രാക്റ്റഡ് ആവാണ് അല്ലെ. അതായത് ഈ കാന്തത്തിന്റെ പ്രസൻസ് കൊണ്ട് നോക്കൂ, ഈ കാന്തത്തിന്റെ പ്രസൻസ് കൊണ്ട് ഈ കാന്തിക വസ്തു എന്താണ്, ഒരു കാന്തമായിട്ട് അങ്ങോട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയും അട്രാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്കാരാണ് വരിക. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അല്ലെ. ഓപ്പോസിറ്റ് ആൾക്കാർ തമ്മിൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ സൗത്തും നോർത്തും ഇവിടെ ഉണ്ട് അല്ലെ മാഗ്നറ്റിന്. അതുപോലെ ഇപ്പൊ ഈ ഇരുമ്പിന്റെ ആണി എന്തായിട്ടുണ്ട്, കാന്തമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. മാഗ്നറ്റൈസേഷൻ സംഭവിച്ചു അതിന്. അങ്ങനെയാണെങ്കിൽ ഇത് സൗത്ത് ആണെങ്കിൽ ഇവിടെ എങ്ങനെ അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ ഓപ്പോസിറ്റ് ആള് വരണം. ഓപ്പോസിറ്റ് ഉള്ളടത്ത് മാത്രമേ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ സൗത്തും നോർത്തും. അപ്പൊ ആണെങ്കിൽ ഈ എന്റെ ആണിന്റെ എൻഡ് എന്തായിരിക്കും, ഓഫ് കോഴ്സ് സൗത്ത് ആയിരിക്കും. ഇത് നോർത്ത് ആണെങ്കിൽ പിന്നെ ഇത് സൗത്ത് ആണ് അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു യു മാഗ്നറ്റിലുള്ളതാണ് കേട്ടോ. ഏത് മാഗ്നറ്റ് ആയാലും അതിന് എന്തുണ്ടാകും, നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാകും. സോ ഇതിനും എന്തുണ്ട്, സ്വന്തമായിട്ട് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ആണിക്ക് പകരം 2 ആണികൾ എന്ത് ചെയ്യാണ്, ഇതിലിങ്ങനെ തറപ്പിച്ച് വെക്കുകയാണ് അല്ലെ. ഒരാണിക്ക് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് 2 ആണികളാണ്. അപ്പൊ നമുക്കറിയാം ഈ ആണികൾ ഇതിൽ ഒട്ടിപ്പിടിക്കും. കാരണം എന്താണ്, അത് മാഗ്നറ്റ് ആണ്, ആണി മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒട്ടിപ്പിടിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും വരെ എന്താണ്, ഓപ്പോസിറ്റ് ആൾക്കാർ മാത്രമാണ്. അപ്പൊ ഇത് സൗത്ത് ആണെങ്കിൽ ആണിന്റെ ഈ ഭാഗം നോർത്ത് ആയിരിക്കും, ആണിന്റെ എൻഡ് എന്ത് വരും, സൗത്ത് വരും അല്ലെ. ഇനി ഇത് നോർത്ത് ആണെങ്കിൽ ഈ ഭാഗം ഒട്ടിപ്പിടിച്ച ഈ ഭാഗം സൗത്ത് ആയിരിക്കും, എൻഡ് എന്ത് വരും, നോർത്ത് വരും അല്ലെ. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും അവരുടെ അവസാന ഭാഗം അല്ലെങ്കിൽ എൻഡ് നോക്കിയിട്ടാണ്. അപ്പൊ നമ്മൾ നോക്കണം, ഇവിടെ രണ്ട് കാന്തങ്ങളുണ്ട് അല്ലെ. 2 കാന്തങ്ങളുടെയും എൻഡ് നോർത്താണ് അല്ലെ. അല്ലാണോ? അല്ല, ഒരാളുടെ നോർത്തും മറ്റേ ആളുടെ സൗത്തും ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗത്തും നോർത്തും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കും. പിന്നെ അവരെന്ത് ചെയ്യും, അവരെങ്ങോട്ട് ഫ്രണ്ട്സ് ആവും, കൂട്ടുകാരാവും, ഒരു കൂട്ടുകൂടും. അപ്പോ ഈ നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക മാത്രമല്ല ചെയ്യല്ലേ, അവരിങ്ങനെ ഇങ്ങനെ കൂട്ടുകൂടും അല്ലെ. കുറെ നേരം നോക്കിക്കും, പിന്നെ എന്ത് ചെയ്യും, അവരിങ്ങനെ കൂട്ടുകൂടും. സത്യത്തില് മാഗ്നറ്റ് ഒന്നും നോക്കി നിൽക്കുക പോലുമില്ല, ഒറ്റച്ചാട്ടായിരിക്കും, ഒറ്റ കൂട്ടുകൂടലായിരിക്കും കേട്ടോ. അപ്പൊ എപ്പോഴും നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന പോലെ നിൽക്കണം. ഇങ്ങനെ ഒരിക്കലും നിൽക്കൂല, ഇങ്ങനെ ഒരിക്കലും അവർ നിൽക്കൂല. സോ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം തെറ്റാണ്, കാരണം അത് നിൽക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കടാ, ഇങ്ങനെ റിപ്പൽ ചെയ്ത് പോവാ, അങ്ങനെ ഒരിക്കലും നടക്കൂല. കാരണം എന്താണ്, ഇയാള് നോർത്തും അപ്പുറത്തെ ആള് സൗത്തും ആണ്. ഇവരിങ്ങനെ ഒരു ഇഷ്ടമല്ലാതെ ഒരിക്കലും പോകില്ല അല്ലെ. ഇങ്ങനെ പോകുന്ന ചാൻസ് എപ്പോഴാണ് വരിക എന്ന് പറയാം, ഇവിടെ സൗത്തും ഇവിടെ സൗത്തും രണ്ടോടത്തും ഒരേ ആൾക്കാരും, അല്ലെങ്കിൽ ഇവിടെയും നോർത്ത് വന്നാൽ മാത്രമേ അവരിങ്ങനെ വികർഷിച്ചിട്ട് പോവുള്ളൂ കേട്ടോ. ഇവിടെ ഒരിക്കലും ഇത് പോസിബിളേ അല്ല, കാരണം 2 എൻഡിലും നോർത്തും ഒരാള് സൗത്തും ആണ്. ഒരിക്കലും പോസിബിൾ അല്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ എപ്പോഴും അവർ വരുന്ന ചിത്രം ഇതായിരിക്കും കേട്ടോ. കാരണം നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്ഷിപ്പ് ആവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എപ്പോഴും നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ് ചോദ്യം നമ്മുടെ പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഒരു ബ്ലോക്ക് അതില് 2500 പാസ്കൽ മർദ്ദം കൊടുക്കുന്നു. പ്രഷറിന്റെ ഒരു ചോദ്യമാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇവിടെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, നോക്കൂ, ഇവിടെ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്. പ്രഷർ 2500 പാസ്കൽ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട്. സോ പ്രഷർ ഞാൻ എഴുതാണ് 2500 പാസ്കൽ.
ഓക്കെ, നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? അവിടുത്തെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് തന്നിട്ടുണ്ട്. ഏരിയക്ക് നമ്മൾ എ എന്ന് പറയുന്ന അക്ഷരമാണ് കൊടുക്കുക. 0.2 മീറ്റർ സ്ക്വയർ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അവിടെയുള്ള ഫോഴ്സ് ആണ്. എൻ്റെ മോൻ, എങ്ങനെ നമ്മൾ ഫോഴ്സ് കണ്ടെത്തും? നമുക്കറിയാം ഒരു ഇക്വേഷൻ അല്ലെ, പി സമം എഫ് ബൈ എ, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫോഴ്സിനുള്ള ഇക്വേഷൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലേ? പക്ഷേ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റും. നോക്കൂ, ഫോഴ്സിനെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലെ. അപ്പൊ ഫോഴ്സിനെ മാത്രം അവിടെ നിർത്തുക, കൂടെയുള്ളവരൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ഡിവൈഡഡ് ബൈ ഏരിയ ഉള്ള ഇയാൾ എന്ത് ചെയ്യും? ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു ഏരിയ ആയിട്ട് മാറും. അത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എഫ് സമം പി ഇൻറ്റു എ, പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് കിട്ടിയല്ലോ. സോ അങ്ങനെയാണെങ്കിൽ പ്രഷർ എത്രയാണ്? 2500. ഏരിയ എത്രയാണ്? 0.2 ആണ്. സെറ്റാണല്ലോ. എത്രയാണ്? 0.2. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാനായിരിക്കും നമ്മുടെ വലിയ ബുദ്ധിമുട്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള കണക്കുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് അങ്ങോട്ട് മറന്നിട്ട് അങ്ങോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2500 ഇൻറ്റു 2 ചെയ്യാം. 2500 ഇൻറ്റു 2 നമുക്ക് ചെയ്യാൻ അറിയില്ലേ? അത് എത്ര കിട്ടും? 5000 എന്ന് കിട്ടും അല്ലേ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും അവിടെ എഴുതി വെച്ച ആൻസർ ശരിയാവോ? ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അല്ലെ, എന്ത്? പോയിന്റ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ പോയിന്റ് ഉണ്ടെങ്കിൽ ആൻസറിൽ ഉറപ്പായിട്ടും പോയിന്റ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ പോയിന്റ് ഇട്ട് കൊടുക്കും? നമ്മൾക്ക് ഇഷ്ടമുള്ള ഇവിടെ ഇട്ട് കൊടുക്കും, അവിടെ ഇട്ട് കൊടുക്കും. അങ്ങനെ ഇഷ്ടമുള്ളത് ഇടാൻ പറ്റൂല. അതിനൊരു റൂൾ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ നമ്പർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസറിലും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുക്കണം. സോ വി ഗോട്ട് 500.0. പോയിന്റ് കഴിഞ്ഞിട്ട് 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ മൈൻഡേ ചെയ്യേണ്ട. സോ വി വിൽ get the answer 500 ന്യൂട്ടൺ. എത്ര കിട്ടും? 500 ന്യൂട്ടൺ. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഒരു ചാർജിങ് മെത്തേഡ് ആണ് അല്ലെ, നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിൽ നിന്നുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? ഡ്രോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് ഓൺ ദ സ്ഫിയർ. ഈ ഗോളത്തിലെ ചാർജുകളുടെ വിതരണം ചിത്രീകരിക്കുക. ഓക്കെ, വളരെ സിമ്പിൾ ആണ് അല്ലെ. നമുക്കറിയാം ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചാർജുള്ള, നെഗറ്റീവ് ചാർജുള്ള ഒരു റോഡ്, ഒരു സാധനം കൊണ്ട് നമ്മൾ ഒരു ചാർജ് ഒന്നും ഇല്ലാത്ത അല്ലെ, ന്യൂട്രൽ ആയിട്ടുള്ള ഒരു വസ്തുവിൽ കൊണ്ട് അടുത്ത് കൊണ്ടുപോയിട്ട് വെക്കും. തൊട്ടിട്ടുണ്ടോ? തൊട്ടിട്ടില്ല. അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചാർജ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. പ്രേരണം വഴിയുള്ള ചാർജിങ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. എന്താ വിളിക്കുക? പ്രേരണം വഴിയുള്ള ചാർജിങ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിവിടെ തൊടാതെ ഇങ്ങനെ വന്ന് കൊണ്ടുവെക്കും. അപ്പോൾ ഈ ലോഹഗോളം ഇപ്പോൾ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ നിങ്ങൾക്കറിയോ? എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ആയിട്ട്, എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ്. ഇത്ര ഒരു പോസിറ്റീവ്, എത്ര 3 പോസിറ്റീവ് ആണെങ്കിൽ 3 അങ്ങനെ ഈക്വൽ ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടായി നിൽക്കുന്ന അവസ്ഥയാണ് ന്യൂട്രൽ കേട്ടോ. നിർവീര്യമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഈ ഒരു ഗ്ലാസ്, ഈ ഒരു ചാർജ് ചെയ്ത സാധനത്തെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോ ഇതിലൊക്കെ ആകെ ഒരു ഇളക്കം മറിയും. എന്താകുന്നറിയോ? അവിടെ ആരാ വന്നിരിക്കുന്നതിനനുസരിച്ച് ഇവിടെ ഒരു അറേഞ്ച്മെന്റ് നടക്കും. അവിടെ നെഗറ്റീവാ വന്നിരിക്കുന്നത്. നെഗറ്റീവിനോട് ആർക്കാ ഇഷ്ടം? പോസിറ്റീവിനല്ല ഇഷ്ടം. പോസിറ്റീവ് മുഴുവൻ ഈ ഭാഗത്ത് ഈ നെഗറ്റീവിനെ കാണുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വായി നോക്കി നിൽക്കും. അപ്പോൾ ഈ നെഗറ്റീവിന് വല്ല താല്പര്യം ഉണ്ടാവും? ഇല്ല. കാരണം ഓല പോലത്തെ ആൾക്കാരനല്ലേ അപ്പുറത്ത് വന്നത്. പോൽക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പോൽ എന്ത് ചെയ്യും? അപ്പുറത്തെ സൈഡിലേക്കും പോയി നിൽക്കും. സോ ഇങ്ങനെയാണ് ചാർജസിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക എന്ന് നിങ്ങൾ വരച്ചു കൊടുക്കണം കേട്ടോ. നെക്സ്റ്റ് ചോദ്യമാണ്, ഈ ലോഹഗോളം, അതായത് നമ്മൾ ഈ ഒരു സ്ഫിയറിനെ ഭൂമിയുമായി കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മൾ പഠിച്ച കാര്യമാണ്. നമ്മൾ ഇവിടെ ഒരു വയർ ഉപയോഗിച്ചിട്ട് ഭൂമിയുമായിട്ട് എർത്ത് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കേണ്ട ചോദ്യം പോലും ഇല്ല. കാരണം നമുക്കത് അറിയുന്ന കാര്യമാണ്. എന്താ അവിടെ സംഭവിക്കുക? ഈ നെഗറ്റീവ്സ് മുഴുവൻ ഭൂമിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവും അല്ലെ. ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവും. കാരണം ഭൂമി ഈസ് എ ഇലക്ട്രോൺ ബാങ്ക്. എത്ര ഇലക്ട്രോൺസിനെ വേണമെങ്കിലും സ്വീകരിക്കാനും കൊടുക്കാനും കഴിവുള്ള ഒരാളാണ് നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. എത്ര ഇലക്ട്രോൺസിനെ വാങ്ങാനും കൊടുക്കാനും പറ്റും. ഇലക്ട്രോൺസ് മുഴുവൻ അതിലേക്ക് ഇറങ്ങിപ്പോവും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ എന്തുണ്ട്? ഒരു ഭാഗത്ത് മാത്രം പോസിറ്റീവ് ചാർജായി നിൽക്കുന്നവരെന്ത് ചെയ്യും? സമാധാനപരമായി എല്ലായിടത്തും പരന്ന് നിൽക്കും.
സെറ്റ് ആണല്ലോ. സോ ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ, പ്രേരണം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മുടെ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ആക്സോ ബ്ലേഡിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും. അതായത് അതിനെ നമുക്ക് കാന്തമാക്കി മാറ്റാൻ പറ്റും. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളൊരു നല്ലൊരു കാന്തം എടുത്തിട്ട് അതിനെ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക അല്ലെ. റബ്ബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ഭാഗം കണ്ടോണോ തുടങ്ങുന്നത് ആ ഭാഗം പിന്നെ മാറ്റാൻ പാടില്ല. നമ്മളിങ്ങനെ ഇതിപ്പാണ് കാന്തം വിചാരിച്ചോ, ഇത് ബ്ലേഡും ഇങ്ങനെ പിന്നെ ഇങ്ങനെ മാറ്റി കുറച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനൊന്നും കഴിയാൻ പറ്റില്ല. നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഏത് ഭാഗം കൊണ്ടാണോ തുടങ്ങുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു 10-15 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കാന്തത്തിന്റെ സ്വഭാവം ഈ ഒരു ആക്സോ ബ്ലേഡിന് കിട്ടിയിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ കാന്തവൽക്കരണം എന്ന് വിളിക്കും. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഈ ആക്സോ ബ്ലേഡ് കാന്തമായിട്ട് മാറിയെങ്കിൽ ഈ ആക്സോ ബ്ലേഡിന്റെ എന്ന് പറയുന്ന എന്റെ ഏത് പോളാണ്, ബി എന്ന് പറയുന്ന എന്റെ ഏത് പോളാന്ന് എഴുതി കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഏത് പോളാ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഏതാണോ മാഗ്നറ്റിന്റെ ഭാഗം ഉപയോഗിച്ചിട്ടുള്ളത്, നോക്കൂ ഈ ഭാഗം അല്ലേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് സൗത്ത് പോളായിരിക്കും, ഓപ്പോസിറ്റ് ആൾ എന്തായിരിക്കും, നോർത്ത് പോളോ ആയിരിക്കും. എത്ര സിമ്പിൾ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യം. കാരണം നമ്മൾ കുറേ നമ്മുടെ ലൈഫിൽ A+B² മൈനസ് പ്ലസ് ചാർജ് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങളാണ് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുപോലൊരു ചോദ്യമാണ്, മിന്നൽ ആക്രമണത്തിൽ അപകടങ്ങൾ വളരെ ഗുരുതരമാണ് അല്ലെ, അതായത് ഭയങ്കര ഡേഞ്ചർ ആണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇടിയും മിന്നലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ ബോധം കെട്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം അല്ലെ, പ്രഥമ ശുശ്രൂഷ നൽകണം. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ സമാധാനപരം, ഇപ്പൊ ഇടുങ്ങിയൊരു സ്ഥലത്തൊക്കെ ആണെങ്കിൽ അയാളെ സമാധാനപരമായി എടുത്തിട്ട് നല്ല വായു സഞ്ചാരമുള്ള എയർ സർക്കുലേഷൻ ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കിടക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അയാളെ ശരീരമൊക്കെ നന്നായിട്ട് ചൂട് പിടിപ്പിക്കുക, കാലിന് താഴെ അതുപോലെ കൈയൊക്കെ നന്നായിട്ട് ഒരു ചൂട് പിടിപ്പിക്കണം. പിന്നെ ശ്രദ്ധിക്കണം, അയാൾക്ക് ശ്വാസം ഉണ്ടോ നോക്കുക, ബോധമൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഭയങ്കര ഇതാണ്, ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ഒരാൾ മാത്രമല്ല കേട്ടോ, നമ്മൾ കൂടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും ഇത് ചെയ്യാം, ഓരോരുത്തരോന്നായിട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അയാളെ ശ്വാസം അങ്ങോട്ട് വരുത്തിപ്പിക്കണം അല്ലെ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് CP അല്ലെ. നമ്മളിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ 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 പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഹാർട്ട് എന്തുണ്ടാവും, അതിന്റെ ഇതൊക്കെ നിന്നിട്ടുണ്ടാവും അല്ലെ, അങ്ങനെ ഹാർട്ട് ബീറ്റ് ഒന്നും ഇല്ലാതെ നിൽക്കും. അപ്പൊ നമ്മൾ ഹാർട്ടിനെ ഇങ്ങനെ പമ്പ് ചെയ്യാണ്, അങ്ങനെ പ്രസ് ചെയ്തിട്ട് പമ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ആക്റ്റീവ് ആക്കും അല്ലെ. അപ്പൊ അയാൾക്ക് ബോധം വരും. ഇനി ഇതെന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും അയാൾക്ക് ശരിക്കൊരു ബോധം വീണിട്ടില്ല, എങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കുക കേട്ടോ. അപ്പൊ ഇപ്പോൾ ഇവിടെ നിങ്ങൾ മെയിൻ ആവാൻ നിൽക്കാൻ പാടില്ല. നെക്സ്റ്റ് ചോദ്യമാണ്, നമ്മുടെ പ്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. നമുക്ക് 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഒരു കുപ്പിയിൽ ഉണ്ടായിട്ടുള്ള എയർ ബബിൾസ് ആണ് അല്ലെ, വായു കുമിളകളുടെ ചിത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാണ് കറക്റ്റ്? ഏതായിരിക്കും കറക്റ്റ്? നമുക്കറിയാം ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ട് വരെ അല്ലെ. കാരണം നമുക്കറിയാം താഴെ, അതായത് ലിക്വിഡ്സിന്റെ കേസിൽ ആഴം കൂടുന്തോറും, ഡെപ്ത് കൂടുന്തോറും എന്ത് ചെയ്യും, പ്രഷർ കൂടി വരും. അപ്പൊ താഴെയുള്ള ഈ ഒരു എയർ ബബിൾസിനൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് സമാധാനം ഉണ്ടാവില്ല, ഒരു സമാധാനം സ്വസ്ഥതയില്ലാത്ത ജീവിതമായിരിക്കും. അപ്പൊ അതിന് സമാധാനം ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ സൈസ് കുറവായിരിക്കും. എന്നാൽ മുകളിലേക്ക് പോകുന്തോറും പ്രഷർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ബബിൾസിന് വളരെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പൊ അവരിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ഇങ്ങനെ വൈഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ശരി. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇതൊന്നും ഒരിക്കലും വരില്ല, കാരണം ഇത് മുകളിലാണ് ചെറുത്, ഇതൊരിക്കലും വരില്ല, ഒരുപോലെ ഒന്നും ഒരിക്കലും ആവില്ല. പിന്നെ അവിടെയും ഇവിടെയും തോന്നിയ പോലെ അത് ദാറ്റ്സ് നോട്ട് പോസിബിൾ. സോ ഹിയർ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും മർദ്ദം അല്ലെങ്കിൽ ഏറ്റവും പ്രഷർ അനുഭവപ്പെടുന്നത് എവിടെയാണ്? താഴെ ഭാഗത്തിലാണ് കേട്ടോ. ഓക്കെ, ഏറ്റവും താഴെ മർദ്ദം കൂടുതലായത് കൊണ്ട് കുമിളകൾ ചെറുതും, മുകളിലേക്ക് വരുമ്പോൾ മർദ്ദം കുറയുന്നതിനാൽ ബബിൾസിന്റെ സൈസ് കൂടി വരികയും ചെയ്യും. ഓക്കെ, അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത് ബാക്കിയെല്ലാം നമ്മൾ രാത്രി 7 മണിയുടെ ലൈവിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പൊ എല്ലാവരും കറക്റ്റ് 7 മണിയാകുമ്പോൾ നമ്മുടെ ലൈവിലേക്ക് പോരാ, ഒരു ടെൻഷനും വേണ്ട. പിന്നെ നിങ്ങൾക്കൊരു ടാസ്ക് ഉള്ളത്, ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ആയിട്ട് അറിയിക്കട്ടെ. അപ്പൊ ടെൻഷൻ ഒന്നും ആവണ്ട, നമ്മളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ ടെൻഷൻ ആയിരുന്നിട്ട് യാതൊരു കാര്യമില്ല, പഠിക്കാനുള്ള സമയം നിങ്ങൾ സൂപ്പറായിട്ട് പഠിക്കുക. 3 സബ്ജക്റ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പക്ഷെ നമ്മൾ അടിപൊളിയാക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് രാത്രി കാണാം. ഓക്കെ, ബൈ.